ത്രിപുരയിൽ 6 ബംഗ്ലാദേശികൾ പിടിയിൽ. അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറുമ്പോഴാണ് ഇവരെ പിടികൂടിയത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിവരങ്ങൾ. രോഹിണി, ത്രിപുരയിലെ അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു കുടുംബത്തെയാണ് BSF അറസ്റ്റ് ചെയ്തത്. ഒരു കുടുംബത്തിലെ 6 പേർ, ഇതിൽ 3 പുരുഷന്മാരും 2 കുട്ടികളും ഒരു സ്ത്രീയുമുണ്ട്. അങ്ങനെ 6 പേർ ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി നമ്മുടെ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഇത്തരത്തിൽ വ്യാപകമായ നുഴഞ്ഞുകയറ്റം ബംഗ്ലാദേശ് അതിർത്തിയിൽ, പ്രത്യേകിച്ച് അസം, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിലായി നടന്നതിന്റെ ഫലമാണ് പിന്നീട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം വലിയ തോതിലുള്ള സാമൂഹിക പ്രശ്നങ്ങളും സംഘർഷങ്ങൾക്കും വഴിവെച്ചത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം സുരക്ഷാ സേനയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതിനാൽ ഇത്തരം നുഴഞ്ഞു കയറുന്ന ആളുകളെ അപ്പോൾ തന്നെ പിടികൂടുകയാണ് BSF. എന്തായാലും ത്രിപുരയിലെ അതിർത്തിയിലൂടെയാണ് ഇവർ നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമം നടത്തിയത്. അതാണ് ഇപ്പോൾ BSF പൊളിച്ചിരിക്കുന്നത്. അഗർത്തലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ 6 പേരെയും എത്തിച്ചിട്ടുണ്ട്. രോഹിണി. ശരി ഗൗതം, ത്രിപുരയിൽ 6 ബംഗ്ലാദേശികൾ പിടിയിൽ. അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറുമ്പോഴാണ് ഇവരെ പിടികൂടിയത്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.